ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഹോസ്റ്റലിലെ റൂം ടൂറാണ്. കാരണം എനിക്കൊരു കമൻറ്റ് ബോക്സിൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഹോസ്റ്റലിലെ റൂം ടൂർ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എടുക്കാമെന്ന്. അങ്ങനെ റൂം കാണിക്കാനും മാത്രം അങ്ങനെ ഒരുപാടൊന്നുമില്ല, കാരണം 6 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റൂമാണ്. സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ റൂം കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് കാണാം റൂം. അപ്പോൾ നമുക്ക് റൂം കാണാം. അതിനുമ്പോൾ ഞങ്ങളുടെ റൂം നമ്പറാണ് 215. ഞങ്ങൾ റൂമിൽ കയറുമ്പോൾ തന്നെ ഇവിടെ സൈഡിലായിട്ട് ഷെൽഫൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിൽ സ്വിച്ച് കാര്യങ്ങളുണ്ട് ഈ ഫാനൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഇത് ചെറിയ റൂമാണ്. ഒരു 6 പേർക്കുള്ള ഒരു ഇതേ ഉള്ളൂ. അപ്പം 6 ബെഡുണ്ട് ഇവിടെ. എല്ലാവർക്കും ഷെൽഫിൽ 4 റോസാണുള്ളത്. 2 എണ്ണം വെച്ച് ഒരാൾക്ക് ഉപയോഗിക്കാം. ഈ സൈഡിലായിട്ട് മിററുണ്ട്. ഹലോ, ഇത് ആൻസിയും ട്രീസിയും ഷെയർ ചെയ്യുന്ന ഷെൽഫാണ്. നമുക്ക് ഈ റോസിൽ തന്നെ നമുക്ക് 2 ഇതായിട്ട് ഒരാൾക്ക് തന്നെ ഷെയർ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ. ആൻഡ് ഈ സൈഡിലായിട്ട് ഇങ്ങനെ പഠിക്കേണ്ട ഏരിയയാണ്. ഇവിടെ അങ്ങനെ ഞങ്ങൾ പഠിക്കാൻ ഇരിക്കാറില്ല പണ്ടേ. പിന്നെ ആൻസി എഴുതാനൊക്കെ ഇരിക്കും. പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും ഇരുന്നാലേ ഒരു റൂമിൽ 2 ചെയർസ് ഇവിടെ ഇത് ചെയ്യും. ആൻഡ് ചെയറിൽ പിന്നെ കൂടുതൽ തുണി ഉപയോഗിക്കാനാണ് ഞങ്ങൾ ചെയ്യാറ്. ഒരു ചെയർ മാത്രം ആൻസി ഉപയോഗിക്കുന്നുണ്ട്, അത് കാണും. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ബുക്കൊക്കെ വെക്കാം, വേണമെങ്കിൽ അച്ചാറും കാര്യങ്ങളും വെക്കാം. ഞങ്ങൾ എപ്പോഴും ബുക്കാണ് കാര്യങ്ങൾ വെക്കുന്നത്. പിന്നെ ഈ പൊക്കത്ത് നിറച്ച സ്ഥലമുണ്ട്. ബാഗ് കൊണ്ടുവരുന്ന ബാഗൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ആൻഡ് ഇതെൻ്റെ ബെഡാണ് ഗൈസ്. ബെഡാണ്. ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ പൊട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ബോക്സ് വേയിൽ ഞങ്ങൾക്ക് ഫ്രണ്ട് പേജൊക്കെ വരയ്ക്കണമായിരുന്നു. ഇപ്രാവശ്യം ബോക്സ് വേയിൽ മാറ്റുന്നതുകൊണ്ട് അതേയും ചാർട്ടേ മാറ്റുന്നതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്ത്. ഇത് ഞങ്ങൾക്ക് മെൻ്റൽ ഹെൽത്തിൽ പോയപ്പോൾ കിട്ടിയതാണ്. ഈ മൈറ്റി സൂം ചെയ്യുമ്മ. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമായി പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ ഇങ്ങനെയെങ്കിലും യൂസ് ആവട്ടെ എന്ന് വെച്ച് ഞാൻ ചെയ്തു. അവിടെ ഒട്ടിച്ചു വെച്ചു. ആൻഡ് ഇത് ആൻസിയുടെ കട്ടില്, ഇത് ട്രീസയുടെ ബെഡ്, ഇത് അശ്വതിയുടെ ബെഡ്. ഇത് കണ്ട, ഇത് ഞങ്ങൾക്ക് എൻ്റെ വേറെ നഴ്സസ് ഡേയുടെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും. ഇത് അതിനകത്തുണ്ടായിരുന്ന പൂ ഞങ്ങൾ കട്ടെടുത്തോണ്ട് വന്നേ. കാരണം അവിടെ എന്തായാലും മിക്കവാറും കുറേയൊക്കെ കളഞ്ഞു അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ചെടുത്തോണ്ടായിരുന്നു. അങ്ങനെ ട്രീസ കൊണ്ടുവന്ന് ഇവിടെ ഒട്ടിച്ചു വെച്ചു. അതിനേക്ക് മറ്റേ ഇതിനകത്തുണ്ടായിരുന്നില്ലേ സംഭവം, ഞാൻ മറന്നു. ഫ്രെയിമിനകത്തുനിന്ന് ഒട്ടിച്ചു വെച്ചാൽ ഞങ്ങൾ അതിൽ നേരത്തൊന്നും ഞങ്ങൾ ഒട്ടിച്ചു. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു വലിയ വിൻഡോ ഉണ്ട്. ഒന്നുമില്ല, പ്രത്യേകിച്ച് കാഴ്ചയൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല. അല്ല, അവിടെ പശു അല്ലേ അത്, പശുവിനെയൊക്കെ കാണാൻ പറ്റും പ്ലീസ്. ഇടയ്ക്കിടയ്ക്ക് മയിലൊക്കെ വരും കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റും നമുക്ക്. ഉണ്ട് അവിടെ ഒരു പശുണ്ട്. ഈ കോളനി കേട്ടോ, ഇപ്പുറത്തെ ബാക്ക് സൈഡ് അവരൊന്നും കാണിക്കണ്ട. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ മയിലിൻ്റെയൊക്കെ ശബ്ദം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം ഇവിടെ വന്ന ടൈമിൽ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ മയിലിനെയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. ഇത് എൻ്റെ ഐശ്വര്യ സൈഡ്, ഇത് എൻ്റെ സൈഡാണ്. ഇത് മിറർ. ഇതെനിക്ക് ട്രീസയുടെ ആമസോണിൽ എന്തോ ഫ്രീ ആയിട്ട് എന്തോ കിട്ടിയപ്പം ഞാൻ അവൾക്ക് പറഞ്ഞു എനിക്കൊരെണ്ണം വേണമെന്ന്. അപ്പോൾ അവൾ എന്നെ എനിക്ക് മേടിച്ചു. ഇതിനകത്ത് എല്ലാം ഫുള്ള് ഡ്രസ്സാണ്. ഇവിടെ പാറ്റ ശല്യമൊക്കെ ഉണ്ട്. കുറേ ദിവസം താമസിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ഇതിനകത്ത് വെക്കാൻ വേണ്ടി ഇത് മേടിച്ചതാണ് ഈ വർഷം. ഹൈ ട്രീസ പറഞ്ഞ ഇത്ര നേരം വീഡിയോ എടുത്തോണ്ടിരുന്നത് ട്രീസയാണ് ഗൈസ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചെറിയൊരു റൂം ടൂറാണ് ഞങ്ങളെ ഹോസ്റ്റലിൽ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഒരു ചെറിയ റൂമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ ഒരു ചെറിയ റൂമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സീ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.